നിതാക്കത്ത് പതിവ് ശരിയാക്കുന്നതിന് സൗദി അധികൃതർ അനുവദിച്ച അവസാന തീയതിയിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ വിഷയത്തിൽ തൊഴിൽ നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെസ്റ്റോ പ്രവാസ ജാലകത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ജാലകത്തിന്റെ വിശിഷ്ടാതിഥിയായി ഇന്ന് നമ്മോടൊപ്പം റിയാദിലെ ഏറ്റവും പ്രമുഖനായ മലയാളി DCM സിബി ജോർജ്. നയതന്ത്ര രംഗത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ DCM പ്രവാസ ജാലകത്തോട് മനസ്സു തുറക്കുന്നു. അതിഥി ജയ്ഹിന്ദ് TV ക്യാമറ ടീമിനൊപ്പം റിയാദ് ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലെ B292 നമ്പർ ഔദ്യോഗിക വസതിയിൽ ഞങ്ങൾ എത്തുമ്പോഴും DCM സിബി ജോർജ് അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച അവധി ദിവസമായിരുന്നിട്ട് പോലും എംബസിയിൽ സാധാരണ തൊഴിൽ സമൂഹത്തോടൊപ്പം ഔട്ട് പാസ് വിതരണവുമായി വലിയ തിരക്കിലായിരുന്നു അദ്ദേഹം. 10 മിനിറ്റിനകം പിരിഞ്ഞു പോവാമെന്ന് ഞങ്ങളുടെ ഉറപ്പ് വിശ്വസിച്ചാണ് അദ്ദേഹം ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപാകെ മനസ്സു തുറന്നത്. സൗദി അറേബ്യയെക്കുറിച്ച് യാതൊരു മുൻവിധിയും ഉണ്ടായിരുന്നില്ലെന്നും ഈ രാജ്യത്തെക്കുറിച്ച് നന്നായി പഠിച്ചതിനു ശേഷം തന്നെയാണ് ഇവിടെ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയെക്കുറിച്ച് എനിക്കൊരു മുൻവിധിയില്ലായിരുന്നു. 93 ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേർന്നതിന് ശേഷം ഞാൻ അറബിക് ഭാഷ എൻ്റെ പ്രധാന ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത് കൈറോയിൽ അറബിക് ചെയ്ത് ഈജിപ്തിലെ 3 വർഷത്തിന് ശേഷം ഖത്തറിൽ ഞാനൊരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം മിക്കവാറും ഈ റീജിയനിൽ തന്നെ ആയിരുന്നു. നമ്മൾ അറബിക് ലാംഗ്വേജ് എടുത്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. നമ്മൾ സൗദി അറേബ്യയിൽ ഒരു പോസ്റ്റിംഗ് ചെയ്തില്ല എങ്കിൽ അറബിക് ലാംഗ്വേജ് എടുത്ത് സ്പെഷ്യലൈസ് ചെയ്തത് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് സൗദി അറേബ്യയിൽ വരണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഞാൻ ഇവിടെ വന്നതാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. കൈറോ, ഖത്തർ, ടെഹ്റാൻ, വാഷിംഗ്ടൺ, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യൻ മിഷനുകളിൽ സേവനമനുഷ്ഠിച്ച സിബി ജോർജ് ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സൗദിയിലെത്തിയത്. സാധാരണക്കാരായ പ്രവാസികളോട് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഈ മനുഷ്യസ്നേഹി തന്നെയാണ് സൗദിയിലെ ഇന്നത്തെ ഇന്ത്യക്കാരുടെ സൂപ്പർ താരം. ഇന്ത്യക്കാരും അതുപോലെ മറ്റ് വിദേശികൾ ഇവിടെ പണി ചെയ്യുന്ന, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ഒരു അവസരമാണ് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പണിഷ്മെൻ്റ് ഇല്ലാതെ, പീനൽ ആക്ഷൻ ഇല്ലാതെ ഇന്ത്യക്ക് തിരിച്ചു പോകുവാനും അതിനുശേഷം തിരിച്ചു വരുവാനുമുള്ള ഒരു സാഹചര്യം അവർ ഒരു പരിധി വരെ ഈ ഓവർ സ്റ്റേയിങ് ഇന്ത്യൻസ് സ്വപ്നം കണ്ടിരുന്നതാണ്. അപ്പം വെറും 45-50 ദിവസങ്ങൾ മാത്രമേ ഈ കൺസെഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്കുള്ളൂ. അപ്പം അംബാസഡർ നേതൃത്വത്തിൽ നമ്മൾ വളരെ ശ്രമഫലമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ 600 വോളണ്ടിയേഴ്സ് ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ എംബസിയിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് 600 സ്ഥലങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് 2/3 വലിപ്പമുള്ള ഒരു വലിയ രാജ്യമാണ്. 13 പ്രൊവിൻസുകളിലായിട്ട് 24 ലക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. 50 ദിവസത്തെ പീരീഡ് നമുക്ക് കിട്ടിയുള്ളൂ എങ്കിൽ പോലും ഇതൊരു പ്രസ്ഥാനമാക്കി മാറ്റുവാനും എല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ നമുക്ക് സാധിച്ചു. എംബസിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാർ പല രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടേതായ സ്ഥാനങ്ങൾ, അവരുടെ നിയമപരമായിട്ടുള്ള ഇത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. പിന്നീട് ഈ രാജാവ് കൺസെഷൻസ് അനുവദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് പകുതിയോളം ആൾക്കാർ അവരുടെ മനസ്സ് മാറ്റി പുതിയ ജോലികളിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ടായി. അതിനുവേണ്ടി 150ഓളം വലിയ കമ്പനികൾ നമ്മുടെ എംബസിയെ തന്നെ ഇവിടെ സമീപിച്ചു. അപ്പം അങ്ങനെ ഈ ജൂലൈ 3 എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ അവർ നൽകിയെങ്കിലും അത് എക്സ്റ്റൻഷൻ കിട്ടിയാൽ വളരെ നല്ലത്. പക്ഷേ അല്ലെങ്കിൽ തന്നെ ഈ ജൂൺ 20 എംബസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി സമീപിച്ചവരുടെ എല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അതിനൊരു പ്രധാന കാരണം 2 ഷിഫ്റ്റായിട്ട് എംബസിയുടെ എല്ലാ ഡെസ്കുകളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എമർജൻസി സർട്ടിഫിക്കറ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ, കാരണം ഇതൊരു വലിയ പ്രോസസ്സാണ്. ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിറ്റിസൺഷിപ്പ് നൽകുന്നത് പോലാണ്. വഴി ഇത്രയും സമയം കൊടുത്ത് ഇത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. അതിന് വോളണ്ടിയേഴ്സിൻ്റെ സഹായമുണ്ട്. പുതിയ കൂടുതൽ ഓഫീസേഴ്സിനെ ഡൽഹിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ദേ ഓൾ സെൻഡ് ദെയർ ഓഫീസേഴ്സ് ഓൺ അവർ റിക്വസ്റ്റ്. സോ it's a mass movement, a major exercise, and we are confident that we would be able to meet the deadline, because this is a demand, a dream
for many of the Indian community, people who had no choice to go to their homeland, they got an opportunity to go. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലെ പ്രഗത്ഭമായ സർവകലാശാലയിൽ നിന്നും അറബി ഭാഷയിലും സാഹിത്യത്തിലും ബിരുദം നേടിയതുകൊണ്ടാവാം സൗദിയിലെ തൊഴിൽ മന്ത്രാലയം, തർഹീൽ, ജവാസാത്ത് എന്നിവിടങ്ങളിലെല്ലാം നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് DCM സിബി ജോർജ് തന്നെയാണ്. സൗദിയിലെ ഫേസ്ബുക്ക് കൂട്ടായ്മ ഇക്കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ജനകീയനായ ഈ DCMനെ കുറിച്ച് തന്നെ. ഇന്ത്യൻ തൊഴിൽ സമൂഹത്തിന് ഇവിടെ ഒരു പേരുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളത് പറയുന്നത് ഇപ്പോൾ എല്ലാവരും, ഞാനിവിടെ കണ്ട എല്ലാ സൗദി അതോറിറ്റീസും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് അവർ ലോ അബൈഡിങ്, ഓണസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പ്രിഫേർഡ് കമ്മ്യൂണിറ്റി. അവരിവിടെ വന്നാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ജയിലിലെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 24 ലക്ഷം ഉള്ളതിൽ വളരെ 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 ചെറിയൊരു ശതമാനം മാത്രമേ ഇവിടുത്തെ ജയിലുകളിലുള്ളൂ. നമ്മൾ വളരെ ലോ അബൈഡിങ് ആയിട്ടുള്ള സിറ്റിസൺസാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് സൗദി അതോറിറ്റീസിന് നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഏത് കാര്യം നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ടേക്കപ്പ് ചെയ്തോ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ തന്നെ തർഹീലിലെ കാര്യം, കാരണം 100 എംബസികളുണ്ട് ഇവിടെ. അതിൽ തന്നെ 50 എംബസികളോളം ആൾക്കാർ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ മീറ്റിംഗ് ആവശ്യപ്പെട്ട് അതിൽ പോയി കണ്ട് സംസാരിക്കുന്നത്. അപ്പോഴേക്കും തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും പറയുകയാണ്, ഓക്കെ, വി വിൽ ഹാവ് എ സെപ്പറേറ്റ് കൗണ്ടർ ഫോർ ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് പ്രത്യേകം അതിപ്പം വളരെ ഭംഗിയായിട്ട് കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് അടിക്കുന്ന കാര്യത്തിൽ. അത് വളരെയധികം പ്രത്യേകം നന്ദി പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ നടത്തുന്ന ഈ എക്സർസൈസ് വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത് നമുക്ക് സൗദി അതോറിറ്റീസിൻ്റെ സപ്പോർട്ട് വേണം. അങ്ങനെ നമ്മൾ സൗദി അതോറിറ്റീസുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അപ്പം വി ഹാവ് ദ സെയിം ഒബ്ജക്റ്റീവ്. എ സ്ട്രീം ലൈൻഡ് ലേബർ മാർക്കറ്റ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യ, ഇറ്റ് ഈസ് ഗുഡ് ഫോർ സൗദി അറേബ്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4-5 മാസം കൊണ്ട് മറ്റുള്ള രാജ്യക്കാരുടെ എണ്ണം സൗദിയിലെ കുറഞ്ഞു കാണും, പക്ഷേ ഇന്ത്യക്കാരുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഈ നടക്കുന്ന പ്രോഗ്രാം സ്ട്രീം ലൈനിങ് ഓഫ് ലേബർ മാർക്കറ്റ് കൊണ്ട് ഇതുവരെ പ്രയോജനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും പ്രയോജനമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീരുമാനങ്ങൾ വളരെ ഹയറപ്പിൽ എടുത്താലും അത് താഴോട്ട് വരുമ്പോൾ ആ തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഒഫീഷ്യൽസാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധവും നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അതിൽ എംബസി വിജയിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ എന്താണ് നടക്കുന്നത്, നമ്മൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? സൗദി അതോറിറ്റീസ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ അതിൽ അംബാസഡർ വിജയിച്ചു എന്നുള്ളതാണ്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൻ്റെ ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിന് ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ വോളണ്ടിയേഴ്സ് നമ്മളെ ഒരുപാട് സഹായിച്ചു. ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയുവാൻ പറ്റും. ഇപ്പം നമ്മൾ സോ ഫാർ വി ഗോട്ട് ഇറ്റ് റൈറ്റ്. സോ ഇത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെനിക്ക് പറയാൻ പറ്റും. പാലാ പൊടിമറ്റം വക്കച്ചൻ അമ്മിണി ദമ്പതികളുടെ മകൻ സിബി ജോർജിന്റെ ജീവിതത്തിലെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം തന്റെ പ്രിയതമ ജോയ്സിക്കു തന്നെ. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പരക്കം പായുന്ന DCMന്റെ പകുതി ജോലിഭാരം ഏറ്റെടുത്തുകൊണ്ട് ജോയ്സി യാതൊരു പരിഭവമില്ലാതെ കൂടെ തന്നെയുണ്ട്. തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളെ സൗദിയിലെ തൊഴിൽ സമൂഹം അപഹരിക്കുമ്പോഴും ഇത്രയൊക്കെ ഇന്ത്യൻ സമൂഹത്തിനായി പ്രവർത്തിക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുകയാണ് ഈ കുടുംബം. ഏത് തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. കുടുംബം മുഴുവൻ നടത്തുന്നത് ഭാര്യയല്ലേ. വളരെയധികം വളരെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ, it's always you have to have a peaceful family life for you to do anything outside naturally, and it has been always a successful family life is
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഒരു നല്ല നയതന്ത്രജ്ഞനും ഒരു നല്ല പിതാവും ഒരു നല്ല ഭർത്താവും ഒക്കെയായ DCM സിബി ജോർജ് തന്റെ കുടുംബത്തിൽ സത്യവും നീതിയും സൗഹൃദവും സന്തോഷവും ഒരേപോലെ കാത്തുസൂക്ഷിക്കുന്നു. കലാരംഗത്തും ചിത്രരചനയിലും ഒട്ടേറെ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ജോയ്സ് സിബി ജോർജ് പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഒരേപോലെ മികവ് തെളിയിച്ച മക്കളായ എൽഹിദയും ആയിലയും വക്കനും നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുക തന്നെ ചെയ്യും. ഇവരുടെ വാക്കുകൾക്കായി നമുക്ക് കാത്തിരിക്കാം പ്രവാസജാലകത്തിന്റെ അടുത്ത അധ്യായത്തിനായി. नन्हा बीच एक बोटो तुम वहीं पे बन जाएगा, छोटा सा तुम दीप चला दो अंधकार मिट जाएगा. This is where the family makes merry, when you buy clothes, shoes and grocery, toys or trinkets, all you name. Shopping here is a whole new game. Let's go, the family store next door. Nesto, your family superstore. Nesto Hypermarket, Beta Riyadh and Al Bilad Mall, Dammam. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. तारा समान बेटा आया, भर गई रोशनी, गाँव वालों का साथी स्टारडस्ट टॉर्च, गाँव वालों Stardust, torch and emergency lamps, brightening the future. You wish it, we have it. City Flower Department Stores. നിതാക്കത്ത് പതിവ് ശരിയാക്കുന്നതിന് സൗദി അധികൃതർ അനുവദിച്ച അവസാന തീയതിയിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ വിഷയത്തിൽ തൊഴിൽ നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെസ്റ്റോ പ്രവാസജാലകത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസജാലകത്തിന്റെ വിശിഷ്ടാതിഥിയായി ഇന്ന് നമ്മോടൊപ്പം റിയാദിലെ ഏറ്റവും പ്രമുഖനായ മലയാളി DCM സിബി ജോർജ്. നയതന്ത്ര രംഗത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ DCM പ്രവാസജാലകത്തോട് മനസ്സു തുറക്കുന്നു. അതിഥി ജയ്ഹിന്ദ് TV ക്യാമറ ടീമിനൊപ്പം റിയാദ് ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലെ B292 നമ്പർ ഔദ്യോഗിക വസതിയിൽ ഞങ്ങൾ എത്തുമ്പോഴും DCM സിബി ജോർജ് അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച അവധി ദിവസമായിരുന്നിട്ട് പോലും എംബസിയിൽ സാധാരണ തൊഴിൽ സമൂഹത്തോടൊപ്പം ഔട്ട് പാസ് വിതരണവുമായി വലിയ തിരക്കിലായിരുന്നു അദ്ദേഹം. 10 മിനിറ്റിനകം പിരിഞ്ഞു പോവാമെന്ന് ഞങ്ങളുടെ ഉറപ്പ് വിശ്വസിച്ചാണ് അദ്ദേഹം ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപാകെ മനസ്സു തുറന്നത്. സൗദി അറേബ്യയെക്കുറിച്ച് യാതൊരു മുൻവിധിയും ഉണ്ടായിരുന്നില്ലെന്നും ഈ രാജ്യത്തെക്കുറിച്ച് നന്നായി പഠിച്ചതിനു ശേഷം തന്നെയാണ് ഇവിടെ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയെക്കുറിച്ച് എനിക്കൊരു മുൻവിധിയില്ലായിരുന്നു. 93 ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേർന്നതിന് ശേഷം ഞാൻ അറബിക് ഭാഷ എൻ്റെ പ്രധാന ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത് കൈറോയിൽ അറബിക് ചെയ്ത് ഈജിപ്തിലെ 3 വർഷത്തിന് ശേഷം ഖത്തറിൽ ഞാനൊരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം മിക്കവാറും ഈ റീജിയനിൽ തന്നെ ആയിരുന്നു. നമ്മൾ അറബിക് ലാംഗ്വേജ് എടുത്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. നമ്മൾ സൗദി അറേബ്യയിൽ ഒരു പോസ്റ്റിംഗ് ചെയ്തില്ല എങ്കിൽ അറബിക് ലാംഗ്വേജ് എടുത്ത് സ്പെഷ്യലൈസ് ചെയ്തത് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് സൗദി അറേബ്യയിൽ വരണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഞാൻ ഇവിടെ വന്നതാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. കൈറോ, ഖത്തർ,
ടെഹ്റാൻ, വാഷിംഗ്ടൺ, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യൻ മിഷനുകളിൽ സേവനമനുഷ്ഠിച്ച സിബി ജോർജ് ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സൗദിയിലെത്തിയത്. സാധാരണക്കാരായ പ്രവാസികളോട് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഈ മനുഷ്യസ്നേഹി തന്നെയാണ് സൗദിയിലെ ഇന്നത്തെ ഇന്ത്യക്കാരുടെ സൂപ്പർ താരം. ഇന്ത്യക്കാരും അതുപോലെ മറ്റ് വിദേശികൾ ഇവിടെ പണി ചെയ്യുന്ന, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ഒരു അവസരമാണ് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പണിഷ്മെൻ്റ് ഇല്ലാതെ, പീനൽ ആക്ഷൻ ഇല്ലാതെ ഇന്ത്യക്ക് തിരിച്ചു പോകുവാനും അതിനുശേഷം തിരിച്ചു വരുവാനുമുള്ള ഒരു സാഹചര്യം അവർ ഒരു പരിധി വരെ ഈ ഓവർ സ്റ്റേയിങ് ഇന്ത്യൻസ് സ്വപ്നം കണ്ടിരുന്നതാണ്. അപ്പം വെറും 45-50 ദിവസങ്ങൾ മാത്രമേ ഈ കൺസെഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്കുള്ളൂ. അപ്പം അംബാസഡർ നേതൃത്വത്തിൽ നമ്മൾ വളരെ ശ്രമഫലമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ 600 വോളണ്ടിയേഴ്സ് ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ എംബസിയിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് 600 സ്ഥലങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് 1/2 വലിപ്പമുള്ള ഒരു വലിയ രാജ്യമാണ്. 13 പ്രൊവിൻസുകളിലായിട്ട് 24 ലക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. 50 ദിവസത്തെ പീരീഡ് നമുക്ക് കിട്ടിയുള്ളൂ എങ്കിൽ പോലും ഇതൊരു പ്രസ്ഥാനമാക്കി മാറ്റുവാനും എല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ നമുക്ക് സാധിച്ചു. എംബസിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാർ പല രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടേതായ സ്ഥാനങ്ങൾ, അവരുടെ നിയമപരമായിട്ടുള്ള ഇത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. പിന്നീട് ഈ രാജാവ് കൺസെഷൻസ് അനുവദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് പകുതിയോളം ആൾക്കാർ അവരുടെ മനസ്സ് മാറ്റി പുതിയ ജോലികളിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ടായി. അതിനുവേണ്ടി 150ഓളം വലിയ കമ്പനികൾ നമ്മുടെ എംബസിയെ തന്നെ ഇവിടെ സമീപിച്ചു. അപ്പം അങ്ങനെ ഈ ജൂലൈ 3 എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ അവർ നൽകിയെങ്കിലും അത് എക്സ്റ്റൻഷൻ കിട്ടിയാൽ വളരെ നല്ലത്. പക്ഷേ അല്ലെങ്കിൽ തന്നെ ഈ ജൂൺ 20 എംബസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി സമീപിച്ചവരുടെ എല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അതിനൊരു പ്രധാന കാരണം 2 ഷിഫ്റ്റായിട്ട് എംബസിയുടെ എല്ലാ ഡെസ്കുകളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എമർജൻസി സർട്ടിഫിക്കറ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ, കാരണം ഇതൊരു വലിയ പ്രോസസ്സാണ്. ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിറ്റിസൺഷിപ്പ് നൽകുന്നത് പോലാണ്. വഴി ഇത്രയും സമയം കൊടുത്ത് ഇത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. അതിന് വോളണ്ടിയേഴ്സിൻ്റെ സഹായമുണ്ട്. പുതിയ കൂടുതൽ ഓഫീസേഴ്സിനെ ഡൽഹിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ദേ ഓൾ സെൻഡ് ദെയർ ഓഫീസേഴ്സ് ഓൺ അവർ റിക്വസ്റ്റ്. സോ it's a mass movement, a major exercise, and we are confident that we would be able to meet the deadline, because this is a demand, a dream for many of the Indian community people who had no choice to go to their homeland. They got an opportunity to go. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലെ പ്രഗത്ഭമായ സർവകലാശാലയിൽ നിന്നും അറബി ഭാഷയിലും സാഹിത്യത്തിലും ബിരുദം നേടിയതുകൊണ്ടാവാം സൗദിയിലെ തൊഴിൽ മന്ത്രാലയം, തർഹീൽ, ജവാസാത്ത് എന്നിവിടങ്ങളിലെല്ലാം നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് DCM സിബി ജോർജ് തന്നെയാണ്. സൗദിയിലെ ഫേസ്ബുക്ക് കൂട്ടായ്മ ഇക്കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ജനകീയനായ ഈ DCMനെ കുറിച്ച് തന്നെ. ഇന്ത്യൻ തൊഴിൽ സമൂഹത്തിന് ഇവിടെ ഒരു പേരുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളത് പറയുന്നത് ഇപ്പോൾ എല്ലാവരും, ഞാനിവിടെ കണ്ട എല്ലാ സൗദി അതോറിറ്റീസും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് അവർ ലോ അബൈഡിങ്, ഓണസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പ്രിഫേർഡ് കമ്മ്യൂണിറ്റി. അവരിവിടെ വന്നാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ജയിലിലെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 24 ലക്ഷം ഉള്ളതിൽ വളരെ 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 ചെറിയൊരു ശതമാനം മാത്രമേ ഇവിടുത്തെ ജയിലുകളിലുള്ളൂ. നമ്മൾ വളരെ ലോ അബൈഡിങ് ആയിട്ടുള്ള സിറ്റിസൺസാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് സൗദി അതോറിറ്റീസിന് നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഏത് കാര്യം നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ടേക്കപ്പ് ചെയ്തോ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ തന്നെ തർഹീലിലെ കാര്യം, കാരണം 100 എംബസികളുണ്ട് ഇവിടെ. അതിൽ തന്നെ 50 എംബസികളോളം ആൾക്കാർ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ മീറ്റിംഗ് ആവശ്യപ്പെട്ട് അതിൽ പോയി കണ്ട് സംസാരിക്കുന്നത്. അപ്പോഴേക്കും തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും പറയുകയാണ്, ഓക്കെ, വി വിൽ ഹാവ് എ സെപ്പറേറ്റ് കൗണ്ടർ ഫോർ ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് പ്രത്യേകം, അതിപ്പം വളരെ ഭംഗിയായിട്ട് കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് അടിക്കുന്ന കാര്യത്തിൽ. അത് വളരെയധികം പ്രത്യേകം നന്ദി പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ നടത്തുന്ന ഈ എക്സർസൈസ് വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത് നമുക്ക് സൗദി അതോറിറ്റീസിൻ്റെ സപ്പോർട്ട് വേണം.
അങ്ങനെ നമ്മൾ സൗദി അതോറിറ്റീസുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അപ്പം വി ഹാവ് ദ സെയിം ഒബ്ജക്റ്റീവ്. എ സ്ട്രീം ലൈൻഡ് ലേബർ മാർക്കറ്റ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യ, ഇറ്റ് ഈസ് ഗുഡ് ഫോർ സൗദി അറേബ്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4-5 മാസം കൊണ്ട് മറ്റുള്ള രാജ്യക്കാരുടെ എണ്ണം സൗദിയിലെ കുറഞ്ഞു കാണും, പക്ഷേ ഇന്ത്യക്കാരുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഈ നടക്കുന്ന പ്രോഗ്രാം സ്ട്രീം ലൈനിങ് ഓഫ് ലേബർ മാർക്കറ്റ് കൊണ്ട് ഇതുവരെ പ്രയോജനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും പ്രയോജനമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീരുമാനങ്ങൾ വളരെ ഹയറപ്പിലെടുത്താലും അത് താഴോട്ട് വരുമ്പോൾ ആ തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഒഫീഷ്യൽസാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധവും നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അതിൽ എംബസി വിജയിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ എന്താണ് നടക്കുന്നത്, നമ്മൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? സൗദി അതോറിറ്റീസ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ അതിൽ അംബാസഡർ വിജയിച്ചു എന്നുള്ളതാണ്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൻ്റെ ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിന് ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ വോളണ്ടിയേഴ്സ് നമ്മളെ ഒരുപാട് സഹായിച്ചു. ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയുവാൻ പറ്റും. ഇപ്പം നമ്മൾ സോ ഫാർ വി ഗോട്ട് ഇറ്റ് റൈറ്റ്. സോ ഇത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെനിക്ക് പറയാൻ പറ്റും. പാലാ പൊടിമറ്റം വക്കച്ചൻ അമ്മിണി ദമ്പതികളുടെ മകൻ സിബി ജോർജിന്റെ ജീവിതത്തിലെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം തന്റെ പ്രിയതമ ജോയ്സിക്കു തന്നെ. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പരക്കം പായുന്ന DCMന്റെ പകുതി ജോലിഭാരം ഏറ്റെടുത്തുകൊണ്ട് ജോയ്സി യാതൊരു പരിഭവമില്ലാതെ കൂടെ തന്നെയുണ്ട്. തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളെ സൗദിയിലെ തൊഴിൽ സമൂഹം അപഹരിക്കുമ്പോഴും ഇത്രയൊക്കെ ഇന്ത്യൻ സമൂഹത്തിനായി പ്രവർത്തിക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുകയാണ് ഈ കുടുംബം. ഏത് തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. കുടുംബം മുഴുവൻ നടത്തുന്നത് ഭാര്യയല്ലേ. വളരെയധികം വളരെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ, it's always you have to have a peaceful family life for you to do anything outside naturally, and it has been always a successful family life is one ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഒരു നല്ല നയതന്ത്രജ്ഞനും ഒരു നല്ല പിതാവും ഒരു നല്ല ഭർത്താവും ഒക്കെയായ DCM സിബി ജോർജ് തന്റെ കുടുംബത്തിൽ സത്യവും നീതിയും സൗഹൃദവും സന്തോഷവും ഒരേപോലെ കാത്തുസൂക്ഷിക്കുന്നു. കലാരംഗത്തും ചിത്രരചനയിലും ഒട്ടേറെ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ജോയ്സ് സിബി ജോർജ് പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഒരേപോലെ മികവ് തെളിയിച്ച മക്കളായ എൽഹിദയും ആയിലയും വക്കനും നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുക തന്നെ ചെയ്യും. ഇവരുടെ വാക്കുകൾക്കായി നമുക്ക് കാത്തിരിക്കാം പ്രവാസജാലകത്തിന്റെ അടുത്ത അധ്യായത്തിനായി. नन्हा बीच एक बोतो तुम वहीं पे बन जाएगा, छोटा सा तुम दीप चला दो अंधकार मिट जाएगा. This is where the family makes merry, when you buy clothes, shoes and grocery, toys or trinkets, all you name. Shopping here is the whole you get. Let's go, the family store next door. Nesto, your family superstore. Nesto Hypermarket, Beta Riyadh and Al Bilad Mall, Dammam. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. तारा समान बेटा आया, भर गई रोशनी, गाँव वालों का साथी स्टारडस्ट टॉर्च, गाँव वालों. Stardust, torch and emergency lamps, brightening the future. You wish it, we have it. City Flower Department Stores. മയിൽപീലി റിയാലിറ്റി ഷോ 2ാം റൗണ്ട് ജൂനിയേഴ്സ്. റിയാദിലെ യുവഗായകർ മാറ്റുരയ്ക്കുന്നു. മയിൽപീലി റിയാലിറ്റി ഷോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
Prizes sponsored by Sanford Electronics, Saudi Arabia, Dr. Samir Polyclinic, Royal Travels, Riyadh, Sana Gold Chocolate. ആദ്യമായി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് റൗണ്ട്. ചെറിയ രൂപത്തിലുള്ള പ്രശ്നോത്തരി മത്സരമാണ്. ആദ്യത്തെ ചോദ്യം, കത്തുപാട്ടിന്റെ ഉപജ്ഞാതാവ്, കത്തുപാട്ട് ഏറ്റവും ജനകീയമാക്കിയ വ്യക്തി ആരാണ്? അത് അയാളൊരു കവിയാണ്. ആ കവി ആരാണ്? എസ് എ ജമീൽ. റൈറ്റ് ആൻസർ. നല്ലൊരു കൈയടി കൊടുക്കുക. അപ്പോ 2-ൽ 1 മാർക്ക് വാങ്ങിച്ചു. ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. മാപ്പിളപ്പാട്ട് എന്ന റിയാലിറ്റി ഷോ കണ്ടു. ഏതില്? ജയ്ഹിന്ദ് ടിവിയിൽ ഉണ്ടായിരുന്നു. അതില് ആങ്കറിംഗ് ചെയ്തിരുന്ന 2 വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ഇപ്പൊ 2 ചോദ്യത്തിൽ 1 വാങ്ങിച്ചു. ഓക്കെ, പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ആള്. നോ. ഓക്കെ, ഇല്ല, അറിയില്ല. സാസിന് വിടുന്നതിൽ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും? പറഞ്ഞോളൂ. അജയൻ. ആ, കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോടുണ്ടായത് ആർക്ക് പറയാൻ പറ്റും? ഓക്കെ, ആ, സിന്ധു. യെസ്. ബദർപാട്ട് കേട്ടിട്ടുണ്ടാവും. ബദർ കിസ്സപ്പാട്ട് അല്ലേ? കേട്ടിട്ടില്ലേ? ഇത് ഏറ്റവും ജനകീയമാക്കിയ മാപ്പിളപ്പാട്ട് കവി ആരാണ്? അറിയില്ല. ഓക്കെ, ഇരുന്നോളൂ. അടുത്ത ആള് വരട്ടെ. മോയിൻകുട്ടി വൈദ്യർ. റൈറ്റ് ആൻസർ. ഓക്കെ, ഇരിക്കൂ. വി എം കുട്ടിയോടൊപ്പം ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ച ഗായിക? വിളയിൽ ഫസീല. റൈറ്റ് ആൻസർ. താങ്ക് യു. അപ്പൊ 1 മാർക്ക് മോന് കിട്ടി. മോയിൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം എവിടെയാണ്? കാസർഗോഡല്ല, സോറി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കഥാപ്രസംഗ രംഗത്ത് ശ്രദ്ധേയായ ഗായിക. 63 വയസ്സായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 7500-ലധികം ഗാനങ്ങൾ പാടി. അറിയില്ല. നോ പ്രോബ്ലം. അപ്പൊ 2 ചോദ്യങ്ങൾ വിട്ടുപോയി അല്ലേ? ഓക്കെ, മോയിൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം അറിയില്ല. കഥാപ്രസംഗ രംഗത്ത് ശ്രദ്ധേയായ ഗായിക ഐഷ ബീഗം. ഓക്കെ ആണ്. പക്ഷേ 63 വയസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആൻസർ റംല ബീഗമാണ്. ഐഷ ബീഗവും അതെ, പക്ഷെ ഇത്രത്തോളം ഇല്ല. 1/2 മാർക്ക് കൊടുക്കാം. ഓക്കെ, മോയിൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം അറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നുള്ളൂ. പറഞ്ഞോളൂ. കൊണ്ടോട്ടിയാണ്. അതെ, 1 മാർക്ക് കൊടുക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, കൊണ്ടോട്ടിയാണ് മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം പോലും ഉണ്ട്. അതൊക്കെ ഓർമ്മയിൽ വെക്കണം, പഠിക്കണം, നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നെഞ്ചിനുള്ളിൽ നീയാണ്. ഞാൻ പാട്ടാ പറയുന്നത്, വേറൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന, ഒരൊറ്റ ഗാനത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ഗായകൻ ആരാണ്? പാസ് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. റെഡ് ഹിബ ബഷീർ. പറഞ്ഞോളൂ. ഓർമ്മയിൽ വരുന്നില്ല. സാസിന് പോണോ? ഓക്കെ, വേദിയിൽ ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, പറയൂ. താജുദ്ദീൻ വടകര. റൈറ്റ് ആൻസർ. 1 മാർക്ക് കൊടുക്കുക പ്ലീസ്. ഓക്കെ, അഹദോന്റെ തിരുനാമം അറിയാലോ അല്ലേ? അഹദോന്റെ തിരുനാമം. ഈ ഒരൊറ്റ ഗാനത്തിലൂടെ പ്രശസ്തനായ ഗായകനാരാണ്? നിലമ്പൂർ ഷാജി. കറക്റ്റ് ആൻസർ ആണ്. കവിതാ റൗണ്ട്. അടുത്ത കവിതാ റൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കവിത പ്ലേ ചെയ്യുന്നു. അത് ആരാണ് ആ കവി, അതുപോലെ ആ കവിതയുടെ പേരെന്താണ്? ഇതാണ് പറയേണ്ടത്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. അപ്പോ നല്ലൊരു കവിത ഇപ്പോൾ കേട്ടു. നല്ല വരികളാണ്. ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഏതാണ് ആ കവിത? ഒന്ന് സദസ്സിനോടായിട്ട് പറയും. കവിതയുടെ പേര് അറിയില്ല. റൈറ്റർ മുരുകൻ കാട്ടാക്കട. വളരെ ശരി ഉത്തരമാണ്. ഓക്കെ, 1 മാർക്കുണ്ട്. ഔട്ട് ഓഫ് 2 1 മാർക്ക് കൊടുക്കാം. താങ്കൾക്കറിയാമോ ഏതാണ് ആ കവിത എന്നുള്ളത്? കണ്ണട. നീ വെച്ച സാധനം തന്നെ, അതൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത പ്ലേ ചെയ്യട്ടെ. നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഇപ്പോൾ ആ കവിയെ നമ്മൾ രംഗത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. കവിയെ കണ്ടിട്ടില്ല, പക്ഷെ അത് പാടിയത് ആ കവി തന്നെയാണ്. അതാരാണ്? ആ കവിതയുടെ പേരെന്താണ്? അറിയില്ല. നോ പ്രോബ്ലം. ഓക്കെ, അറിയില്ല. ആരാണ് കവി? ഏതാണ് ആ കവിത? അറിയില്ല. ആൻസർ പറയാം. ഭൂമിക്കൊരു ചരമഗീതം. റൈറ്റ് ആൻസർ. ഭൂമിക്കൊരു ചരമഗീതം, ONV കുറുപ്പ്. 2 മാർക്ക്. ഓക്കെ, വരട്ടെ. എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് വസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ മൂസിൻ പറയുക. അറിയില്ല. ഓക്കെ, അറിയില്ല.
അവിടെ ഹിബ. അയ്യപ്പൻ. ഓക്കെ. ഏതാണ് കവിത? കവിത അറിയില്ല. കവിത അറിയില്ല, നോ പ്രോബ്ലം. തഹസിലൊരു ചാൻസ് ഉണ്ട്. എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവൻ. അടുത്ത പ്ലേ ചെയ്തോളൂ. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നൃത്താതെ പിറുപിറുത്തും. ഓക്കെ, മനസ്സിലായിരിക്കും ആരാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. എന്താണ് ആ കവിതയുടെ പേര്? നുനു സുൽത്താന. രാത്രിമഴ. കറക്റ്റ് ആൻസർ, റൈറ്റ് ആൻസർ. രാത്രിമഴയാണ് കവിതയുടെ പേര്. ആരാണ് എഴുതിയത്? അതുകൂടെ പറഞ്ഞ 2 മാർക്ക്. അറിയില്ല, നോ പ്രോബ്ലം, 1 മാർക്കുണ്ട്. ഓക്കെ, രാത്രിമഴ ആരാണ് എഴുതിയിരിക്കുന്നത്? രക്ഷല്ല, അറിയില്ല. സാസിന് വിട്ടുകൊടുക്കാണ്. ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1 മിനിറ്റ്. വേദിയിൽ ആർക്കെങ്കിലും 1 മാർക്ക് വാങ്ങിക്കാൻ, നിങ്ങൾ ആര് പറഞ്ഞാലും. ലേഡീസിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സുഗതകുമാരി ദമാമിൽ നിന്ന് വന്ന നമ്മുടെ വിശിഷ്ടാതിഥിയാണ്. അവരാണ് പറഞ്ഞിരിക്കുന്നത് സുഗതകുമാരി. അടുത്ത പ്ലേ ചെയ്തോളൂ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്താണ് ഇപ്പോൾ ഇവിടെ പാടിയ കവിത? ആരെഴുതി? അതുപോലെ തന്നെ ആ കവിതയുടെ പേരെന്താണ്? പാസ്. മാത്യു. നോ, അല്ല. നമുക്ക് സാസിന് കൊടുക്കാതെ. ഓക്കെ ഓക്കെ. മധുസൂദൻ നായർ, നാരായണത്ത് ഭ്രാന്തൻ. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കുക. മെസ്സേജ് റൗണ്ട്. നമ്മുടെ പ്രേക്ഷകരോടായി, നമ്മുടെ സദസ്സിനോടായി ഇവർക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ മനസ്സിനുള്ളിൽ ഒരു വിഷനുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട് സമൂഹത്തെക്കുറിച്ച്. ഇന്നത്തെ സമൂഹത്തിന്റെ കപട നാട്യങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, അനീതിയെക്കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. അത് മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധമുണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ആദ്യമായി ക്ഷണിക്കുകയാണ്. ഈ മനോഹരമായ വേദിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു ആശങ്കയെക്കുറിച്ചാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ നേരെ പോലും നടക്കുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ കണ്ടും കേട്ടും ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ പുതുതലമുറ. ഗുരുതുല്യരായ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, സമൂലമായ ഒരു പരിവർത്തനത്തിന്റെ ബോധവൽക്കരണ പാതയിൽ ഞങ്ങൾക്ക് മാർഗരേഖ കാട്ടി ഒരു നുറുങ്ങുവെട്ടം. നല്ല കമന്റാണ്. മതി മതി, ഇത്രയും നല്ല വാക്കുകൾ അല്പം മാത്രം മതി. എക്സലന്റ് ആയിട്ടുണ്ട്, സൂപ്പർ. കമോൺ, നെക്സ്റ്റ്. ഇപ്പോഴത്തെ ജനറേഷൻ പാട്ടിനെ കുറിച്ചൊക്കെ, മാപ്പിളപ്പാട്ടിനെ കുറിച്ച് വരുമ്പോ ഈ കുറെ മുത്തും കൽബും സൂറ, അങ്ങനെ ഫാത്തിമ, അങ്ങനെ കുറെ പേരുകളൊക്കെ ചേർത്ത് കുറച്ച് പാട്ടുണ്ടാക്കിയാല് അതിപ്പോ നല്ല ട്യൂണായാല് അടിപൊളി പാട്ടായി. പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ ട്യൂണും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല അർത്ഥവത്തായ വരികളുമാണ്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷന്റെ ആൾക്കാർ ഈ ട്യൂണ് മാത്രം നോക്കിയിട്ടാണ് ഈ പാട്ടിനെ വിലയിരുത്തുന്നത്. അപ്പോ നമ്മൾ പഴയ ആ ഇതിൽക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു കമന്റ്സ് ആണ്. അതെ അതെ. അതായത് മാപ്പിളപ്പാട്ടുകൾ എപ്പോഴും തന്നെ സന്ദേശങ്ങൾ, വളരെ ശക്തമായ സന്ദേശങ്ങൾ സമൂഹത്തോട് സംവദിക്കേണ്ടതുണ്ട്. വെറുതെ കുറെ പെണ്ണുങ്ങളുടെ പേര് വെച്ചുകൊണ്ട് പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഫലശൂന്യത മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ചെറിയൊരു പയ്യൻ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. പിന്തുടരുക. ഓരോ പാട്ടുകൾ പാടുമ്പോഴും ശ്രദ്ധിക്കുക, ആ പാട്ടുകൾ വിഫലമായി പോവാതിരിക്കുവാൻ ശ്രമിക്കുക ഓരോ ഗായകരും. അടുത്തായിട്ട് നുനു സുൽത്താന. എന്ത് പഴയ സാധനങ്ങൾ ഒരിക്കലും തെള്ളിക്കളയാൻ പാടില്ല, അതെപ്പോഴും വാല്യുബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, മുമ്പ് പറഞ്ഞവന്റെ അതേ വാക്കുകൾ തന്നെ, ഓൾഡ് ഈസ് ഗോൾഡ്. പഴയത് എല്ലായ്പ്പോഴും തന്നെ വളരെ പുതുമ നൽകുന്നു, അതാണ് എപ്പോഴും നല്ലത്. പുതിയത് പലതും തന്നെ വളരെ അത്ര ശ്രദ്ധാപൂർവം മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ അത് വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലും എന്നുള്ളതാണ് നുനു നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഹിബ ബഷീറിന് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോടായി, സമൂഹത്തോടായി, ഇത് കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു എളിമ തന്നെയാണ്. ഇപ്പോഴത്തെ കലാകാരിക്ക് അത് വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, താങ്ക് യു. അത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. ലാളിത്യം, അതുപോലെ തന്നെ എളിമ, അവളെ കുറിച്ച് അവൾ തന്നെ പറയുകയാണ്. അവൾക്ക് അത് കുറെ കൂടി വേണ്ടതാണ് എന്നുള്ളതും സ്വന്തം മനസ്സിനോട് തന്നെ അവൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും കൈയടിക്കേണ്ടതാണ്, അതുപോലെ തന്നെ നല്ല പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ്. ഒരു കുറ്റസമ്മതത്തോട് കൂടിയിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി മുതൽ അവള് ആര് സലാം പറഞ്ഞാലും ഉടനെ തന്നെ സലാം വീട്ടുന്നതായിരിക്കും, ഗൗരവത്തോട് കൂടിയിട്ട് സലാം വീട്ടാതിരിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. മയിൽപീലി റിയാലിറ്റി ഷോ നിങ്ങൾക്കായി സമർപ്പിച്ചത് പ്രൈസസ് സ്പോൺസർഡ് ബൈ സാൻഫോർഡ് ഇലക്ട്രോണിക്സ് സൗദി അറേബ്യ, ഡോക്ടർ സമീർ പോളിക്ലിനിക്, റോയൽ ട്രാവൽസ് റിയാദ്, സന ഗോൾഡ് ചോക്ലേറ്റ്. You wish it.
We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മഖ പോളിക്ലിനിക്, ബത്ത, ബംഗ്ലാദേശ് മാർക്കറ്റിന് സമീപം. വാർത്തകൾ വിശകലനങ്ങൾ കാണുക സൗദി വാർത്തകൾ. രാഷ്ട്രീയവും വികസന വിരോധവും മുഖമുദ്രയാക്കി UDF ഭരണത്തെ തകർക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന CPMന്റെ തനിനിറം കേരള ജനത തിരിച്ചറിഞ്ഞതായും ജനോപകാരപ്രദമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ഉമ്മൻചാണ്ടി സർക്കാർ മറ്റൊരു 3 വർഷം കൂടി പൂർത്തിയാക്കുമെന്നും കോൺഗ്രസ് നേതാവും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമായ സുരേന്ദ്രൻ റിയാദിൽ പറഞ്ഞു. ഒരു ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ അദ്ദേഹം ജെയിൻ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. കേവലം 2-2.5 വർഷക്കാലത്തിനിടയിൽ ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തുമാത്രമാണ്. 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സംസാരിക്കാൻ കഴിയാത്ത 100 കണക്കിന് കുട്ടികൾക്ക് സംസാരിക്കാൻ അവസരം നൽകിയ ഒരു ഗവൺമെൻറ് ഇത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി മിഷണറിക്ക് സാധിക്കുന്നില്ല. ഐ അഡ്മിറ്റ്, അതൊരു പ്രധാന ഘടകമാണ്. പാർട്ടി മിഷണറിക്ക് അത് എത്തിക്കാൻ സാധിക്കണമെങ്കിൽ പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരിക്കണം. പാർട്ടിയും ഗവൺമെൻറ്റുമായുള്ള ബന്ധം എവിടെ പോറൽ വരുന്നുവോ അവിടെ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനമില്ലാതെ പോകും. അതിന് പാർട്ടിയും ഗവൺമെൻറ്റും ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് ചിന്തിച്ച് പോകേണ്ടതാണ്. അതിന് പാർട്ടിയെ നയിക്കുന്നവരും ഗവൺമെൻറ് നയിക്കുന്നവരും തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പാകെ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രസ്താവന പലപ്പോഴും തന്നെ വിഴുപ്പലക്കലായി മാറുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 6ാം വാർഷികത്തോടനുബന്ധിച്ച് റിയാദ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ഉപഭോക്താക്കൾക്ക് നെസ്റ്റോ പർച്ചേസ് കൂപ്പൺമേൽ നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായ 18 പേർക്കുള്ള ബമ്പർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 15 കൊറോള കാറും 3 ലാൻഡ് ക്രൂയിസറും സ്വന്തമാക്കിയ ഭാഗ്യവാന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ നെസ്റ്റോ മാനേജ്മെന്റിനൊപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ബിസിനസ് രംഗത്തുമുള്ള ഒട്ടേറെ പേർ സംബന്ധിച്ചു. കഴിഞ്ഞ 3 മാസങ്ങളായി നീണ്ടുനിന്ന പ്രൊമോഷൻ കാലയളവിൽ നെസ്റ്റോ ഉൽപ്പന്നങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് നൽകിയതായും റമദാനിനോടനുബന്ധിച്ച് മറ്റൊരു ബമ്പർ ഓഫർ കൂടി പ്രഖ്യാപിക്കുമെന്നും കൂടുതൽ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ഡയറക്ടർ TN നിസാർ, ഓപ്പറേഷൻ മാനേജർ അഷ്റഫ്, ജനറൽ മാനേജർ മുഹമ്മദ് നൌഫൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റിയാദിലെ കലാസംഗീത രംഗത്ത് ഏറെ പ്രശസ്തയായിരുന്ന റണിത സുരേഷ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നു. റിയാദിലെ സംഗീത പ്രേമികൾ കളേഴ്സ് മ്യൂസിക് ബാൻഡിന്റെ ആഭിമുഖ്യത്തിൽ റണിത സുരേഷിന് നൽകിയ യാത്രാപ്പ് യോഗത്തിൽ കലാ സാംസ്കാരിക സംഗീത രംഗത്തെ ഒട്ടേറെ പേർ സംബന്ധിച്ചു. ഇബ്രാഹിം സുബ്ഹാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. റിയാദിലെ കലാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന G5 പെരുമ്പാവൂർ അസോസിയേഷൻ, റിയാ ടാക്കീസ്, ഭാരതീയ കലാകേന്ദ്രം, മലബാർ ആർട്സ്, ഗൾഫ് മീഡിയ, ഫ്രണ്ട്സ് ക്രിയേഷൻസ് എന്നിവയുടെ ഉപഹാരങ്ങൾ റണിതക്ക് സമ്മാനിച്ചു. നിസാർ മമ്പാട്, സിദ്ദീഖ്, സക്കീർ മണ്ണാർമല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നെസ്റ്റോ പ്രവാസ ജാലകത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നിതാഖത്ത് പ്രശ്നത്തിൽപ്പെട്ട് നാട്ടിലെത്തിയില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും കണ്ടുമുട്ടാം. തൽക്കാലം നന്ദി, നമസ്കാരം.